എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്ക് ഇപ്രാവശ്യം ഒരു ഗുഡ ചീസ് എന്ന് പറഞ്ഞ ഒരു പുതിയ തരം ചീസ് കയ്യിൽ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു റെഡ് സോസ് പാസ്ത ഉണ്ടാക്കാം. അപ്പോൾ ഏതായാലും നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഗുഡ ചീസ് കിട്ടിയില്ലേ സാധാ ചീസ് ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആസ് യൂഷ്വൽ പാസ്ത ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ച് തിളക്കാൻ വെക്കുമല്ലോ. അപ്പോൾ തിള വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഓലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓലിവ് ഓയിൽ ഇട്ട് നല്ലോണം കുമിളകൾ വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മളെടുത്ത് വെച്ച 2 കപ്പ് പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പാസ്ത നല്ലോണം തിളച്ച് ഒരു പകുതി വേവാകുമ്പോൾ നമ്മൾ കവറിൻ്റെ മുകളിലുള്ള ടൈമാണ് ഇത് വേവാൻ എടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു വിധം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഞാനൊരു ഹീപ്ഡ് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നല്ലോണം ആ വെള്ളത്തിൻ്റെ കൂടെ കിടന്ന് തിളച്ച് ഇതിലങ്ങ് പിടിച്ചോളും. അപ്പോൾ അതാ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നൊന്ന് ഊറ്റി നോക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്കിത് മനസ്സിലാവും വേവുന്നത്. ഇതിപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഈ കോർണറിൽ വെള്ള നിറം കാണാം, കണ്ടില്ലേ? അതാണ് കറക്റ്റ് പാകം. നിങ്ങൾ കവറിലുള്ള ടൈമൊന്നും നോക്കാം, ഇങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഇതിനിപ്പോൾ നമുക്കൊരു അരിപ്പയിൽ ഒഴിച്ചിട്ട് അരിച്ചിട്ടെടുക്കാം. ഈ സ്റ്റോക്ക് നമുക്ക് ആവശ്യം വരും, താഴെ ഒഴിച്ച് കളയണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഒന്ന് കുലുക്കിയെടുത്ത് മാറ്റി വെക്കാം. അതവിടെ നിന്ന് തണുത്തോട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ ഈ സോസിൽ നിന്ന് ഒരു പകുതി സോസ് എടുത്തിട്ട്, സ്റ്റോക്കില്ലേ, നമ്മളിത് തിളപ്പിച്ച വെള്ളം, ഇത് കുറച്ച് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 5 തക്കാളിയും 5 കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്നൊന്ന് വേവിച്ചെടുക്കണം. തക്കാളി ഇങ്ങനെ ഒന്ന് 4 കഷ്ണമാക്കി കളയരുത്. തോല് മാത്രം ഒന്ന് മുറിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 5 കാശ്മീരി ചില്ലിയും. ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നാൽ നമുക്കിത് ആ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റിയിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ടെടുക്കണം. അപ്പം നല്ലോണം ഒന്ന് തിളച്ച് വന്നോട്ടെ. അപ്പം തിളച്ച് വന്ന് ഞാൻ ഊറ്റി എടുത്തിട്ടുണ്ട്. തോലെല്ലാം മാറ്റി. ആ 4 കഷ്ണമായിട്ട് തോല് മുറിക്കുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ വേഗം പൊളിച്ചാൽ കിട്ടും. പിന്നെ നടുവിലുള്ള ആ കാമ്പ് പോലത്തെ ഭാഗവും മുറിച്ച് കളഞ്ഞു കേട്ടോ. ഇനി മുളക് മാത്രം ആദ്യം മിക്സി ജാറിലിട്ടാൽ ഒറ്റ അടിക്ക് അരക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു തക്കാളി കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചിട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, മുളകിൻ്റെ തോലെല്ലാം നല്ലോണം അരിഞ്ഞ് നല്ല കളറും കിട്ടും. ഇനി ബാക്കിയുള്ള തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് അതവിടെ മാറ്റി വെക്കാം. കണ്ടോ, റെഡി. അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നല്ലോണം ഉരുകി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഓലിവ് ഓയിൽ എല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 5 6 വെളുത്തുള്ളി, നിങ്ങൾക്ക് വെളുത്തുള്ളി കൂട്ടുകയോ കുറക്കുകയോ എല്ലാം ചെയ്യാം കേട്ടോ. നല്ലൊരു മണമായിരിക്കും. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സി ജാറ് നമ്മൾ ആദ്യം പാസ്ത വേവിച്ച ഈ സ്റ്റോക്ക് വെച്ചിട്ട് കഴുകിയിട്ട് മിക്സി ജാർ കഴുകിയിട്ട് ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്കൊന്നും വേസ്റ്റായി പോവില്ല കേട്ടോ. അതിന് ശേഷം അതിൻ്റെ ചെറുങ്ങനെ ഒരു കുമിള വരാൻ തുടങ്ങുമ്പോൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നോക്കട്ടെ. ഉപ്പ് കുറച്ച് കുറവുണ്ട്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് ഉപ്പെല്ലാം നല്ലോണം കലങ്ങിയതിന് ശേഷം നമ്മൾ ചീസ് ചേർത്ത് കൊടുക്കാം. ഗുഡ ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി നോക്കട്ടെ, ആ ഉപ്പ് കറക്റ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് ചീസ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 30 ഗ്രാം ഗുഡ ചീസ്, ഇതില്ലെങ്കിൽ സാധാരണ ചീസ് നിങ്ങൾക്ക് ഏതാ ഉള്ളതെന്ന് വെച്ചാൽ ചേർത്ത് നോക്കണം. ഇല്ല, ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് അതൊരു ചെറുങ്ങനെ തിള വരുന്ന സമയത്ത് ഒരു 3 പിഞ്ച് ഒറിഗാനോ 3 പിഞ്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ അധികം അങ്ങ് തിളച്ച് പറ്റിപ്പോണ്ട. കണ്ടോ, നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. കാരണം നമ്മൾ ചീസെല്ലാം കൂടി നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഊറ്റി മാറ്റി വെച്ച
പീസ് പാസ്തയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് വരുമ്പോൾ വെള്ളം കുറവ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പിന്നെയും ഈ സ്റ്റോക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. എനിക്കിപ്പോൾ കുറച്ച് കുറവാണ് വെള്ളം, കാരണം ചൂടുള്ള ചീൻചട്ടി ആയതുകൊണ്ട് തന്നെ സ്റ്റൗ ഓഫ് ചെയ്തേ, പക്ഷേ ആ വെള്ളം അങ്ങ് വറ്റിപ്പോവും. അപ്പോൾ വറ്റിയാൽ ഇതിങ്ങനെ ഒന്നുകൂടെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കണമെങ്കിൽ കുറച്ച് വെള്ളത്തോടെ ആയിരിക്കണം. കണ്ടില്ലേ, കുറച്ച് വെള്ളമുണ്ട്, കുറച്ച് സ്റ്റോക്കും കൂടി ചേർത്തപ്പോഴത്തേക്കും നല്ല ഒരു ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വെറുതെ വെച്ചിരുന്നാൽ തന്നെ കുറച്ച് വെള്ളം വറ്റും. ആ സമയത്ത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസും കൂടി വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.